ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മൊട്ടത്തലയിലും മുടികൾക്കും അതുപോലെ തന്നെ നരച്ച മുടിയും കറുപ്പാക്കാൻ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇരിക്കുന്ന ഈ ഒരു ഇല മതി. ഇതേത് ഇലയാണെന്ന് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. ആരും അത് പറിച്ച് കളയരുത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും കൂടെ ചെയ്യും. അപ്പോൾ അതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കാണണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതാണ് നമ്മുടെ പപ്പായ ഇല. ഒരുപാട് പപ്പായ ഇലകളുണ്ട്. എല്ലാവരും പറിച്ച് കളയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ അതിൻ്റെ ഇലയുടെ ഔഷധ ഗുണങ്ങൾ ആർക്കും അറിയത്തില്ല. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്. പപ്പായയുടെ ഇലയുടെ ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ പപ്പായ ഇല. അതുപോലെ തന്നെ പച്ചപ്പപ്പായ ഒക്കെ രാവിലെ പച്ച പപ്പായ പറിച്ചിട്ട് നല്ല വെള്ളം കുടിക്കുകയാണെങ്കിൽ വണ്ണമൊക്കെ കുറയാനൊക്കെ വളരെ നല്ലതെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുമുണ്ട്. അപ്പം നമുക്കത് ഇല കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മൊട്ടത്തലയിൽ മുടികൾക്ക് മാത്രം നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നരച്ച മുടി കറുപ്പാക്കാനും നമ്മുടെ പപ്പായ ഇല മാത്രം മതി. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അളവിലാണ് ഇവിടെ വെള്ളം എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പപ്പായ ഇല എന്തോരമാണ് നല്ല കിളിന്തല പറിക്കണം. നല്ല മൂത്ത് പോയ ഇല, മഞ്ഞ കളറായ ഇല ഒന്നും പറിക്കാതെ ഒരു പച്ച ഇല കിളിന്തല പറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിലെ വെള്ളത്തിലേക്ക് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടിട്ട് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് ഫുൾ എടുക്കുക. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരയ്ക്കുക. ഒന്നും ചെയ്യേണ്ട കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ എവിടുമ്പോൾ തന്നെ കണ്ടില്ല, ആ ഇലയുടെ പച്ച കളർ ആയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളമാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നല്ലപോലെ ഞെവടി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഞെവടി എടുക്കാം. ഇങ്ങനെ ചുമ്മാ ഞെവടിയാൽ മതി. നല്ലപോലെ എൻ്റെ ജ്യൂസ് വരും കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പപ്പായ ജ്യൂസ് കൊണ്ട് എങ്ങനെ നമുക്ക് മുടികൾക്കും അതുപോലെ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാം എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ജ്യൂസിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ആ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സവാള വേണം, അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഇവിടെ വേണ്ടത്. ഞാൻ ഇവിടെ എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ സവാള എടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണങ്ങിപ്പോയ ഉള്ളിയോ സവാളയോ എടുക്കരുത്. ഇപ്പോൾ ഞാൻ 5-6 ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുക്കുന്നത്. ഈ ചെറിയ ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇടികല്ലിലിട്ട് ഇടിച്ച് ചതച്ച് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ നല്ലതാണ്, മുടി കിളുക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ ചെറിയ ഉള്ളി. അതും എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ 2 സാധനം മാത്രം മതി നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ വളരാനും. ചെറിയ ഹെയറൊക്കെ വന്നിട്ട് നമ്മുടെ നെറ്റി സൈഡിലെല്ലാം ഹെയറൊക്കെ പോയിട്ട് നെറ്റി കയറി വരും എല്ലാവരും മുടി പോയി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി വളരാൻ സഹായിക്കുന്നതാണ്. കാര്യം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. എന്നെ അറിയാവുന്ന ആൾക്കാർ, എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാം എനിക്ക് മുടി വളരെ കുറവായിരുന്നു. പിന്നെ കാര്യം എനിക്ക് തൈറോയ്ഡ് ഉള്ളത് കാരണം എനിക്ക് മുടിയൊക്കെ ഒരുപാട് പൊഴിഞ്ഞു പോകും കേട്ടോ. ഈ തൈറോയ്ഡ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ തലമുടിയൊക്കെ നല്ലപോലെ പൊഴിഞ്ഞു പോകുന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട് എൻ്റെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോകും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെല്ലാം അനുഭവം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. പിന്നെ എൻ്റെ മുടി നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. എനിക്ക് അത്രയും പോലും ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന അത്രയും പോലും എനിക്ക് മുടിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് മുടിയില്ലെങ്കിലും കുറച്ച് മുടിയെങ്കിലും എനിക്ക് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഈ ജ്യൂസ് നല്ലപോലെ പിഴിഞ്ഞ് ആ ഒരു ജ്യൂസ് ഞാൻ 6 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിഴിഞ്ഞ നമ്മുടെ പപ്പായയുടെ ജ്യൂസിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഇതിലേക്ക്, അതായത് സ്പ്രേ ബോട്ടിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ഞി ഉണ്ടെങ്കിൽ കോട്ടൺ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ സ്പ്രേ ബോട്ടിലേക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മുടിയിൽ, അതിപ്പോൾ എൻ്റെ നെറ്റിയുടെ ഇത് കണ്ടില്ലേ, നല്ലപോലെ നെറ്റിയുടെ സൈഡൊക്കെ നല്ലപോലെ നമുക്ക് ആ തെളിഞ്ഞ് കാണാം. മുടിയൊക്കെ നല്ല പൊടിച്ചിൽ, തൈറോയ്ഡുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പൊടിച്ചിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുടി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലമുടിയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ നമ്മുടെ സ്പില്ലറിലൊക്കെ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കോട്ടൺ തുണി കൊണ്ട് നമ്മുടെ സ്കാൽപ്പിലെല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. മുടിയെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം. കുളിക്കാൻ നേരത്ത് നിങ്ങളിത് കഴുകി കളഞ്ഞാൽ മതി. 15 മിനിറ്റ് വെച്ചാൽ മതി. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, ഒരു കറക്റ്റ് ടൈമിൽ നിങ്ങൾ വെക്കുക. അപ്പം ഞാൻ സ്പ്രേ ബോട്ടിൽ അടിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പില്ലർ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി ഒത്തിരി പോയ ഭാഗത്തെല്ലാം നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ നെറ്റിയുടെ ഇങ്ങനെ ഒരു ഭാഗത്താണ് കൂടുതലും മുടിയെല്ലാം പൊഴിഞ്ഞു പോയിട്ടുള്ളത്. അവിടെയെല്ലാം നല്ല പോലെ തന്നെ ഞാൻ ഒന്ന് തേച്ച് ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മുടി കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് മുടിയൊന്നുമില്ല,
എന്നാലും എനിക്ക് ആദ്യത്തെ മുടി പൊടിച്ചിലിൽ നിന്ന് ഒരുപാട് മാറ്റം എൻ്റെ മുടിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കണ്ടോ. ഇപ്പോൾ എനിക്ക് ഇത്രയും മുടി വളരാൻ കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി മുടി പൊടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ മതി. മുടിക്ക് ചെറിയ രീതിയിൽ തലയ്ക്ക് ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ കഴിക്കാൻ മതി. ഇനി ഷാമ്പൂ ഇടണമെന്നൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് ഷാമ്പൂ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ താളി ഉണ്ടെങ്കിൽ താളിപ്പൊടി ഇട്ട് കഴുകിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ മുടി കണ്ടല്ലോ, എനിക്ക് ഇത്രയും മുടി ഒരുപാടില്ലെങ്കിൽ കുറച്ച് മുടികൾക്ക് ഞാൻ ഈ ഒരു ടിപ്പുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ ഹെയറൊക്കെ നമുക്ക് മുടിയിൽ തലയിൽ ഇങ്ങനെ വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം നമുക്ക് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ആണെങ്കിലും മുതിർന്നവർക്കാണ് 18 വയസ്സുള്ള കുട്ടികളൊക്കെ ആണ് തന്നെ ഇപ്പോൾ നരച്ച മുടി നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു എളുപ്പമൊരു ടിപ്പ്, സിമ്പിളായിട്ടൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് മുടി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ടിപ്പ്. അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചത് ജ്യൂസിൻ്റെ നമ്മുടെ പയലെ വെച്ചുള്ളൂ. അതുപോലെ നമ്മുടെ ചെറുള്ളിയും ഒക്കെ മിക്സ് ചെയ്ത് ആ ജ്യൂസിനെ കുറച്ച് നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന 1 ടീസ്പൂണ് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്, കാത്താ പൗഡർ. എല്ലാവർക്കും അറിയാൻ പറ്റും. കാത്താ പൗഡറും കൂടെ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. സ്കിപ്പായി പോയതാണ്. കാത്താ പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു സ്റ്റിക്കി രൂപമാണ്. കാത്താ പൗഡർ ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത്, അതായത് ഒരു പശ പോലെയാണ് ഇരിക്കുന്നത്, ഒട്ടിയിരിക്കും. അതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നമ്മുടെ മുടിയിലേക്ക് നല്ലപോലെ, നരച്ച മുടിയിലേക്ക് നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ച് നല്ല പിടിക്കാൻ സഹായിക്കും കേട്ടോ. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഈ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് മുടി നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ കാത്താ പൗഡർ. അതൊരു മരത്തിൻ്റെ തൊലിയെ എടുത്ത് പൊടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്. എല്ലാ അങ്ങാടി കടയിലും മേടിക്കാൻ കിട്ടും. അതും ഇതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കളർ നല്ലപോലെ മാറിയിട്ട് നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നരച്ച മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ പപ്പായയുടെ ലീപം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതാരും പറിച്ച് കളയാതെ ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. മുടി വളരാൻ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഇത് ആഴ്ചയിൽ 2 ദിവസം 2 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പോൾ എൻ്റെ മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട്. സിൽക്കി ആയിട്ട് നല്ല രീതിയിൽ കറുത്ത് തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മുടി വളരുകയും ചെയ്യും, അതുപോലെ നല്ല കട്ട കറുപ്പാകുകയും ചെയ്യും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പപ്പായയില ആര് കളയാതെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.